കാര്യം നടന്ന അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെ ഒരു കാര്യം നടന്നു. ബാക്കിലിരുന്ന ഒരു അദ്ദേഹം കമന്റ് ആരാന്നുള്ള എനിക്കറിയില്ല, ഇവിടെ ഇരുന്നേലും ഒരു അദ്ദേഹം പറഞ്ഞ കമന്റ് സുഖം കിട്ടുമ്പോ ആരെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതാണ്. ഇത് ഒരു സ്ത്രീക്ക് വരുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ സ്ത്രീകള് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടും. അത് ഇവിടെ ഇപ്പൊ നടന്ന ഒരു കാര്യമാണ്. ഞാനത് ഇമ്മീഡിയറ്റ്ലി പ്രതികരിക്കുന്നു. അത് വളരെ മോശമായ തെറ്റാണെങ്കിൽ നമ്മള് ബാറ്റ് ടച്ച് ചെയ്ത് നമ്മളെ 1-2 പ്രാവശ്യം നമ്മൾ സഹിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അത് പ്രതികരിക്കാം. ഇത്രയും ഇതെടുത്ത് ഫോണിലെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കത് വേറെ രീതിയിൽ പ്രതികരിക്കാമായിരുന്നു. ഇങ്ങനെയല്ല, ഒരു പക്ഷെ ആ ജീവൻ ഇപ്പൊ നിലനിൽക്കുമായിരുന്നു. അത് തന്നെയാ സാറേ എനിക്കും പറയാനുള്ളത്. നമുക്കറിയാം ദീപകിന്റെ ഒരു അവസ്ഥ, ഇന്ന് അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രയാസം. ഞങ്ങൾ ഒരുപാട് ബസ്സുകളിൽ രാവിലെയും രാത്രിയൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഒരുപാട് ആണുങ്ങളും സ്ത്രീകളും തമ്മിൽ ഒരു സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അടുത്ത ഒരാൾ എന്തെങ്കിലും ഒരു മോശമെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നോ പറയാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടി ശരിക്കും ദീപക് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു. ആ വീഡിയോ കാണുമ്പോൾ അറിയാം ഇത് മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ കാശുണ്ടാക്കാനുള്ള കളി തന്നെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ വേറെ ഒരു ഇതും ഇല്ല. അതുകൊണ്ട് ആ ദീപകിന്റെ കുടുംബം അനാഥമായി എന്ന് മാത്രമേ ഉള്ളൂ. അവര് കാശുണ്ടാക്കുന്നു. അതായത് ഇങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വിധിക്കാൻ ആളുകളല്ല, നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ദീപകിന്റെ വീട്ടിലെ വിഷമം നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെയാണ് അക്യൂസ്ഡ് ആയിട്ടുള്ള ഈ സ്ത്രീ ഒരു പക്ഷേ അവിടെ മറ്റൊരു സ്ത്രീ ഉണ്ടായിരിക്കാം. ആ സ്ത്രീ ഇനി പുറത്ത് വരില്ല. ഇനി ഇതിന്റെ മുഴുവൻ മറ്റു വീഡിയോസ് നമ്മൾ കണ്ടില്ല. ഈ മുഴുവനും പോലീസ് പരിശോധിക്കും, ഇതിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കും. അപ്പൊ നമുക്ക് ലെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഡു ദാറ്റ്.